ഞാൻ അഡ്വക്കേറ്റ് കസ്തൂരിദേവൻ, ഓൾ കേരള സ്വതന്ത്ര ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണിപ്പോൾ. ഇതിൽ പറയാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൊഴിലാളികൾ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചാണ് ഈ ഒരു ഭാഗത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ 2017 1990 ഓട്ടോറിക്ഷ ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായിട്ടുള്ള തൊഴിലാളികൾ 2005 മോട്ടോർ തൊഴിലാളി ക്ഷേമനിധിയിൽ ചേരാൻ വേണ്ടിയിട്ട് നിശ്ചയിച്ചു. അങ്ങനെ ചേരണമെന്ന് തീരുമാനമെടുത്തു. ആ തീരുമാനമെടുത്തപ്പോൾ സർക്കാർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുൻകാല പ്രാബല്യത്തോടു കൂടി അവർക്ക് ഈ പറയുന്ന മോട്ടോർ തൊഴിലാളി ക്ഷേമനിധിയിൽ അവർക്ക് അംഗത്വം നൽകും. 2 ഫണ്ടും അതുപോലെ തന്നെ ലയിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ ലയിപ്പിക്കും, മുൻകാല പ്രാബല്യത്തോടു കൂടി അവരുടെ സർവീസ് പരിഗണിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്ത ഒരു ക്ഷേമനിധിയാണ് ഇപ്പോൾ നിലവിലുള്ള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി. ഈ ക്ഷേമനിധിയിൽ അന്ന് അംഗമായിട്ടുള്ള ഞങ്ങളുടെ ഒരു തൊഴിലാളിക്ക് ഇന്നും ആനുകൂല്യം നൽകാതെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുക. രാജ്മോഹൻ എന്ന് പറയുന്ന ഇന്നിപ്പോൾ 70 വയസ്സ് കഴിഞ്ഞ ഒരു മനുഷ്യനാണ് അദ്ദേഹം. ആ മനുഷ്യൻ്റെ ആനുകൂല്യങ്ങൾ നൽകാതെ അദ്ദേഹം ഈ പറയുന്ന 90 ഓട്ടോറിക്ഷ തൊഴിലാളി ക്ഷേമനിധിയിൽ അംഗമായിരുന്നു. അദ്ദേഹം 2005 ഈ ക്ഷേമനിധിയിൽ മോട്ടോർ തൊഴിലാളി ക്ഷേമനിധിയിൽ അംഗമായി മാറി. പക്ഷേ അദ്ദേഹത്തിൻ്റെ സർവീസ് പരിഗണിക്കാൻ തയ്യാറായില്ല. അദ്ദേഹത്തിൻ്റെ ആ 90 ക്ഷേമനിധിയിലെ ഫണ്ട് ലയിപ്പിക്കാനും തയ്യാറായില്ല. അതിനെതിരെ അദ്ദേഹം കേസ് കൊടുക്കേണ്ടുന്ന ഗതികേടിലേക്കാണ് വന്നത്. അതായത് വാഗ്ദാന ലംഘനം നടത്തിക്കൊണ്ടിരിക്കുന്ന ക്ഷേമനിധിയാണ് കേരളത്തിലുള്ളത് എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2018 ശേഷം റിട്ടയർ ചെയ്ത ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ക്ഷേമനിധി പെൻഷൻ ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇവർക്ക് കൊടുക്കുന്ന ക്ഷേമനിധി പെൻഷൻ്റെ പ്രത്യേകത എന്താ? വാർദ്ധക്യകാല പെൻഷൻ 600 രൂപയായി പരിമിതപ്പെടുത്തി. അതിന് കാരണം എന്താ വെച്ചാൽ, 2018 ശേഷം റിട്ടയർ ചെയ്ത തൊഴിലാളികൾക്കാണ് അവരുടെ വാർദ്ധക്യകാല പെൻഷൻ 600 രൂപയായി കുറക്കുകയും അവർക്ക് ക്ഷേമനിധി പെൻഷൻ ലഭിക്കുന്നുണ്ട്. ക്ഷേമനിധി പെൻഷൻ ലഭിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ്? തൊഴിലാളികൾ അവരുടെ അധ്വാനത്തിൻ്റെ വിഹിതം നൽകിയിട്ട് അവർക്ക് അർഹതപ്പെട്ട ഒരു ആനുകൂല്യം എന്നുള്ള നിലക്കാണ് അത് വാങ്ങിക്കുന്നത്. മറ്റേത് എന്താണ്? സാമൂഹ്യ സുരക്ഷാ പെൻഷനാണ്. ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സർക്കാർ എല്ലാവർക്കും നൽകുന്നൊരു പെൻഷനാണ്. ആ പെൻഷൻ 2018 മുന്നേ ഉള്ള ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് 2 അനുവദിക്കുന്നുണ്ട്. 2018 മുന്നേ ക്ഷേമനിധിയിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് സാമൂഹ്യ ക്ഷേമ പെൻഷനായിട്ടുള്ള വാർദ്ധക്യകാല പെൻഷനും അനുവദിക്കുന്നുണ്ട് പൂർണ്ണമായിട്ട്. അതുപോലെ തന്നെ ക്ഷേമനിധി പെൻഷനും അനുവദിക്കുന്നുണ്ട്. എന്നാൽ 2018 ശേഷം റിട്ടയർ ചെയ്ത തൊഴിലാളികൾക്ക് 600 രൂപ മാത്രം വാർദ്ധക്യകാല പെൻഷനും, മറ്റേത് നിങ്ങൾ പൂർണ്ണമായി വാങ്ങിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അതേ ലഭിക്കാൻ അർഹതയുള്ളൂ എന്ന് പറയുമ്പോൾ, ഒരു പന്തിയിൽ 2 വിളമ്പുണ്ടാക്കിയിട്ട് തൊഴിലാളികൾക്കിടയിൽ തന്നെ വിഭജനം ഉണ്ടാക്കുന്ന ഏറ്റവും മോശപ്പെട്ട ഒരു സമീപനമാണ് കേരളത്തിലെ ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. അതിനെതിരെ ഞങ്ങൾ കൃത്യമായിട്ട് നിലപാടെടുക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള നിയമ നടപടികളിലേക്ക് ഞങ്ങൾ പോവുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇനി കൊറോണ കാലത്ത് സർക്കാർ തീരുമാനമെടുത്തു, അടക്കണ്ട, നിങ്ങൾ വിഹിതം അടക്കണ്ട. നല്ല കാര്യം. തൊഴിലാളികൾക്ക് പണിയൊന്നുമില്ലാതെ അവർ വീട്ടിലിരിക്കേണ്ടുന്ന ഒരു സമയം വന്നപ്പോൾ അവർക്ക് വിഹിതം അടക്കാതെ അവർക്കൊരു സൗകര്യം ചെയ്തു കൊടുത്തു. പക്ഷേ ഇത് പിന്നീട് നിങ്ങൾ മറ്റൊരു ചൂഷണത്തിനുള്ള ഉപാധിയാക്കി മാറ്റുകയാണ് ചെയ്തത്. 2 വർഷക്കാലം വിഹിതം അടക്കാത്തത് കൊണ്ട് തൊഴിലാളികൾക്ക് ലഭിക്കേണ്ടിയിരുന്ന ഓരോ വർഷവും റിട്ടയർ ചെയ്ത തൊഴിലാളിക്ക് പെൻഷനിൽ അവരുടെ സർവീസിൻ്റെ ഇതിനനുസരിച്ച് അവർക്ക് 50 രൂപ അധികം ലഭിക്കുമായിരുന്നു. നിങ്ങൾ എന്ത് ചെയ്തു? ഈ 2 വർഷം വിഹിതം അടച്ചില്ല എന്ന കാരണം പറഞ്ഞിട്ട് നിങ്ങൾ 100 രൂപ വെട്ടിക്കുറച്ചു. തൊഴിലാളിക്ക് ലഭിക്കേണ്ടത് 100 രൂപ വെട്ടിക്കുറച്ചു. ആര്? തൊഴിലാളി വിഹിതം അടക്കാൻ തയ്യാറാകാത്തതുകൊണ്ടാണോ ഈ 2 വർഷക്കാലം വിഹിതം അടക്കാതിരുന്നത്? നിങ്ങൾ എടുത്ത തീരുമാനം, സർക്കാരിൻ്റെ തീരുമാനം, ക്ഷേമനിധി ബോർഡിൻ്റെ തീരുമാനം. നിങ്ങൾ അടക്കണ്ട എന്ന് പറഞ്ഞു, അതുകൊണ്ട് തൊഴിലാളികൾ അടച്ചില്ല. അവരുടെ സർവീസ് അതുകൊണ്ട് ബ്രേക്ക് ആകുന്നുണ്ടോ? ഇല്ലല്ലോ. സർവീസ് ബ്രേക്ക് ആകാത്ത തൊഴിലാളിക്കാർ 2 വർഷത്തെ ആനുകൂല്യം കിട്ടാൻ അർഹതയില്ലേ? അതുകൊണ്ട് തന്നെ 50 രൂപ വെച്ച് ഓരോ വർഷവും അധികം ലഭിക്കേണ്ടുന്ന 50 രൂപ വെട്ടിക്കുറച്ചത് തൊഴിലാളി വിരുദ്ധമായ നടപടിയാണ്. ഇതാണ് ഞങ്ങൾ പറയുന്നത്. ഇത്തരത്തിലുള്ള തൊഴിലാളി വിരുദ്ധമായ നടപടികളെ ചോദ്യം ചെയ്യേണ്ടുന്ന യൂണിയനുകളാണ് ഈ മേഖലയിൽ ഉള്ളത്. അത് പക്ഷേ ചെയ്യുന്നതിന് പകരം അവർ ക്ഷേമനിധി ബോർഡിനെ മഹത്വവൽക്കരിക്കാനും അവരെ ന്യായീകരിക്കാനും ഇറങ്ങിത്തിരിച്ചാൽ ഞങ്ങൾ ചോദ്യം ചെയ്യും. അതിനെ ചോദ്യം ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക സംഘടനയുടെ ആളുകൾക്ക് എന്തെങ്കിലും വിരോധം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. ഞങ്ങൾക്ക് തൊഴിലാളികളുടെ താല്പര്യമാണ് മുഖ്യം എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ തൊഴിലാളികൾ നേരിടുന്ന ഓരോ വിഷയം ഉന്നയിക്കുന്നത്. എന്നാൽ ചില സംഘടനകൾക്ക് ക്ഷേമനിധി ബോർഡിൻ്റെ വിഷയമാണ് ഏറ്റവും വലിയ പ്രശ്നം.
അതിൻ്റെ അകത്തിരിക്കുന്ന 10-15 അംഗങ്ങളുടെയും കുറച്ച് ഉദ്യോഗസ്ഥന്മാരുടെയും താല്പര്യങ്ങളാണ് അവരെ വ്യാകുലപ്പെടുത്തുന്നത്. അവരെന്നിട്ട് പറയുന്നത് ഞങ്ങൾ തൊഴിലാളികളുടെ ആനുകൂല്യത്തിന് വേണ്ടിയാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു കാരണവശാലും അത് അംഗീകരിക്കാൻ തയ്യാറല്ല. ഇനി 2015 ഞങ്ങൾ ഹൈക്കോടതിയിൽ മറ്റൊരു റിട്ട് പെറ്റീഷൻ കൊടുക്കുന്നത്. ആ റിട്ട് പെറ്റീഷൻ കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കണ്ണൂർ നഗരത്തിൽ മതിയായ പാർക്കിംഗ് സ്ഥലമില്ല. ഇവിടെ 261 ഓട്ടോറിക്ഷകൾക്കാണ് പാർക്ക് ചെയ്യാൻ വേണ്ടുന്ന സൗകര്യമുള്ളത്. 2500-ലധികം വരുന്ന ഓട്ടോറിക്ഷകൾക്ക് നമ്പർ കൊടുത്ത ഒരു മുനിസിപ്പാലിറ്റി ആയത്. അതുകൊണ്ട് എന്നിട്ട് അതിന് പുറമെ പുതിയ പെർമിറ്റുകൾ അനുവദിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഇതിന് പുറമെ. അപ്പോൾ ഇത്തരം ഒരു ഘട്ടത്തിൽ മതിയായ പാർക്കിംഗ് സൗകര്യങ്ങളില്ലാതെ പുതിയ ഓട്ടോറിക്ഷകൾക്ക് പെർമിറ്റ് നൽകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിൽ ഞങ്ങൾ സമീപിച്ചു. 2015 ഹൈക്കോടതി പറഞ്ഞു മതിയായ പാർക്കിംഗ് സൗകര്യം ഉറപ്പുവരുത്തേണ്ടുന്ന ഉത്തരവാദിത്വം മുനിസിപ്പാലിറ്റിയുടെയും അതുപോലെ തന്നെ പോലീസിൻ്റെയും അതുപോലെ തന്നെ RTOയുടെയും ഒക്കെ ഉത്തരവാദിത്തമാണ്. അതിനനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന് വളരെ വ്യക്തമായി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ ഓട്ടോ ചാർജ് ശാസ്ത്രീയമായി പരിഷ്കരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസ് ഇപ്പോഴും നിലവിലുണ്ട്. എന്താ ശാസ്ത്രീയമായി പരിഷ്കരിക്കണമെന്ന് പറയുന്നത്? കേരളത്തിലെ വിജ്ഞാപനപ്രകാരം, സർക്കാർ വിജ്ഞാപനപ്രകാരം ഓട്ടോറിക്ഷ ചാർജ് എങ്ങനെയാണുള്ളത്? ഓട്ടോറിക്ഷ ചാർജ് പറയുന്നത് നിങ്ങൾ ഒരിടത്ത് നിന്ന് അങ്ങോട്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ആ പുറത്തേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് മീറ്ററിലേക്കുള്ള ചാർജും തിരിച്ചു വരുമ്പോൾ മീറ്ററിൻ്റെ പകുതി ചാർജും. ഇത് എവിടുത്തെ ന്യായമാണ്? ഞങ്ങൾ ചോദിക്കുന്നത് കേരളത്തിൽ ഏതെങ്കിലും ഒരു മോട്ടോർ മേഖലയിൽ ഇത്തരത്തിൽ അശാസ്ത്രീയമായ ഒരു വിജ്ഞാപനം ഉണ്ടോ? ഇപ്പോൾ ടാക്സിക്കുണ്ടോ അതല്ലെങ്കിൽ ലോറിക്കുണ്ടോ? ആർക്കെങ്കിലും ഇത്തരത്തിലൊരിതുണ്ടോ? അങ്ങോട്ട് പോകുമ്പോൾ മീറ്ററിൽ കാണുന്ന ചാർജും ഇങ്ങോട്ട് വരുമ്പോൾ പകുതി ചാർജും വാങ്ങിച്ചാൽ എങ്ങനെയാണ് ഓട്ടോറിക്ഷ തൊഴിലാളിക്ക് അവൻ്റെ ജീവിത ചെലവിനെ, അവൻ്റെ ഈ വാഹനത്തിൻ്റെ ചെലവിനെയൊക്കെ അഭിമുഖീകരിക്കാൻ സാധിക്കുക? ഇത് അശാസ്ത്രീയമായിട്ടുള്ള ഒരു വിജ്ഞാപനമാണ്. യഥാർത്ഥത്തിൽ ചെയ്യേണ്ടിയിരുന്നത് എന്താ? മീറ്റർ ബാധകമായിരിക്കുന്ന സ്ഥലത്താണെങ്കിൽ മീറ്റർ ചാർജ് മാത്രം വാങ്ങിക്കാൻ പറയുക. അതുപോലെ മീറ്റർ ചാർജ് ബാധകമല്ലാത്ത സ്ഥലങ്ങളിലേക്ക് പോയാൽ അവിടങ്ങളിലേക്ക് തിരിച്ചെത്താൻ മീറ്റർ ചാർജ് ബാധകമായ ഏരിയ വരെ തിരിച്ചെത്താൻ വേണ്ടി അപ്പ് ആൻഡ് ഡൗൺ ചാർജ് മേടിക്കാൻ അവകാശമുണ്ട്. ഒന്ന്. ഇനി രണ്ടാമത്തെ ശാസ്ത്രീയമായിട്ടുള്ള കാര്യം എന്താ? നഗരത്തിൽ ഓടുന്ന ഓട്ടോറിക്ഷകളുടെ ഇന്ധനച്ചെലവോ തേയ്മാനമോ അല്ലെങ്കിൽ അധ്വാനമോ അല്ല ഗ്രാമങ്ങളിൽ ഓടുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നം. അതിനു പുറമെ ഇതേ വിഷയം ഒരു മലയോര ഗ്രാമത്തിൽ, മലയോര പ്രദേശത്ത് ഓടുന്ന ഓട്ടോറിക്ഷയ്ക്ക് വേറെ വിഷയമുണ്ട്. അവർക്ക് കിട്ടുന്ന മൈലേജ് എത്രയായിരിക്കും? 1 ലിറ്റർ ഇന്ധനത്തിന് അവർക്ക് ഓടാൻ സാധിക്കുന്നത് എത്രയായിരിക്കും? അപ്പോൾ കേരളത്തിൻ്റെ ഭൂപ്രകൃതിക്കനുസരിച്ച് ഓട്ടോ ചാർജ് പരിഷ്കരിക്കുക എന്നുള്ളത് ശാസ്ത്രീയമായിട്ടുള്ള ഒരു സമീപനമാണ്. ഈ സമീപനം ഇത്രയും കാലമായിട്ട് നമ്മുടെ സർക്കാർ അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. ഈ മേഖലയിലെ ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയനുകൾ ഇക്കാര്യം സർക്കാരിന് മുമ്പാകെ കൊണ്ടുവരാനും അത് നേടിയെടുക്കാനും ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനും തയ്യാറായിട്ടില്ല. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ 2006 ഞങ്ങൾ കണ്ണൂർ നഗരത്തിലെ റോഡ് സംവിധാനം പൂർണ്ണമായിട്ടും തകർന്നു. ഓട്ടോറിക്ഷകൾക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യം. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലാണ് ഞങ്ങൾ കണ്ണൂർ നഗരത്തിൽ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ഒരു അനിശ്ചിതകാല നിരാഹാര സമരം പ്രഖ്യാപിച്ചു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യക്ഷമായിട്ട് നിരാഹാര സമരം പോലുള്ള സമരങ്ങൾ ആരംഭിക്കുന്നത്. അങ്ങനെ ഒരാഴ്ചക്കാലം നീണ്ടുനിന്ന നിരാഹാര സമരത്തിന് ഒടുവിൽ അന്ന് UDF ഭരിക്കുന്ന കണ്ണൂർ മുനിസിപ്പാലിറ്റി ശ്രീ ഉപേന്ദ്രൻ, അദ്ദേഹം മരണപ്പെട്ടുപോയി. അദ്ദേഹം ഞങ്ങളുടെ സമരപ്പന്തലിൽ വന്നിട്ട് ഉറപ്പ് നൽകി ഞങ്ങൾ ഒരാഴ്ചക്കുള്ളിൽ ഈ റോഡിൻ്റെ അറ്റകുറ്റപ്പണികൾ തീർക്കാമെന്ന്. അതുപ്രകാരം അറ്റകുറ്റപ്പണികൾ തീർത്തിട്ട് ഞങ്ങൾ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നടപടിയെടുത്തിട്ടുള്ള ഒരു യൂണിയനാണ് SATU എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ 2010 KMC നമ്പർ എന്ന് പറയുന്ന ഒരു നമ്പർ ഇവിടുത്തെ ഓട്ടോറിക്ഷകൾക്കുണ്ട്. കണ്ണൂർ ടൗണിൽ പെർമിറ്റ് അനുവദിച്ചിട്ടുള്ള ഓട്ടോറിക്ഷകൾക്ക് കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ നമ്പറാണ് KMC നമ്പർ. ഈ KMC നമ്പർ കാലാകാലമായിട്ട് കൊടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ കൊടുത്തുകൊണ്ടിരുന്ന പല ഓട്ടോറിക്ഷകളും പലപ്പോഴും ഈ സർവീസ് ഉപേക്ഷിച്ചിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോവുകയോ അല്ലെങ്കിൽ വണ്ടി വിറ്റിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോവുകയോ ഒക്കെ ചെയ്യുന്ന അവസ്ഥയുണ്ടായി. ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ പരിശോധന നടക്കും. അങ്ങനെ 2010 KMC നമ്പറിൻ്റെ വെരിഫിക്കേഷൻ നടക്കാൻ വേണ്ടിയിട്ട് RTO തീരുമാനിച്ചു. ആ RTO തീരുമാനിച്ച ഘട്ടത്തിൽ ഞങ്ങൾ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ചാർജ് സംബന്ധമായിട്ടുള്ള ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിരുന്നു വണ്ടിയിൽ. ഇങ്ങനെയാണ് ഹൈക്കോടതി വിധിപ്രകാരം ഇന്ന രീതിയിൽ ചാർജ് വാങ്ങിക്കാൻ സാധിക്കും എന്നായിരുന്നു ഞങ്ങൾ ആ സ്റ്റിക്കർ ഒട്ടിച്ചത്. ഈ സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് വെരിഫിക്കേഷൻ എത്തിയപ്പോൾ
അന്ന് ഇവിടുത്തെ ഞാൻ യൂണിയൻ്റെ പേര് തന്നെ പറയാം, CITU എന്ന് പറയുന്ന യൂണിയൻ, ആ സ്റ്റിക്കർ പറിച്ചാൽ മാത്രമേ ഇവർക്ക് വെരിഫിക്കേഷനിൽ പങ്കെടുക്കാൻ അവസരം നൽകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. 2500-ലധികം വരുന്ന ഓട്ടോറിക്ഷകളാണ് വെരിഫിക്കേഷന് വേണ്ടി വരുന്നത്. അതിൽ 1000-ലധികം ഓട്ടോറിക്ഷകൾ ഞങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഓട്ടോറിക്ഷകളാണ്. ആ ഓട്ടോറിക്ഷ തൊഴിലാളികൾ മുഴുവൻ സ്റ്റിക്കർ പറിക്കാൻ തയ്യാറല്ലെന്ന് പ്രഖ്യാപിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു, അങ്ങനെ വേണ്ട, 36 തൊഴിലാളികളെ ഞങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ 36 തൊഴിലാളികൾ സ്റ്റിക്കർ പറിക്കില്ല, ബാക്കി തൊഴിലാളികൾ ഒക്കെ അവരുടെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് KMC നമ്പർ വാങ്ങിച്ചു പോയിക്കോട്ടെ. RTO CITUവിൻ്റെ നിർബന്ധത്തിനും സമ്മർദ്ദത്തിനും വിധേയനായിട്ട് ഞങ്ങൾ 36 ഓട്ടോറിക്ഷകളുടെ KMC നമ്പർ റദ്ദ് ചെയ്തു. റദ്ദ് ചെയ്യുക മാത്രമല്ല, ആ റദ്ദ് ചെയ്ത നമ്പർ പുതിയ മറ്റ് ഓട്ടോറിക്ഷകൾക്ക് അലോട്ട് ചെയ്തു. ഇതിനെതിരെ ഞങ്ങൾ കേരള ഹൈക്കോടതിയിൽ പോയി. കേരള ഹൈക്കോടതിയിൽ പോയിട്ട് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഒരു കുറ്റവും ചെയ്തിട്ടില്ല, ഞങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരമുള്ള ചാർജ് വാങ്ങിക്കണമെന്നുള്ള ഒരു സ്റ്റിക്കർ മാത്രമാണ് ഇതിനകത്ത് പതിച്ചത്, അത് നിയമവിരുദ്ധമല്ല എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആവശ്യപ്പെടുകയാണെങ്കിൽ ഞങ്ങളത് നീക്കം ചെയ്യാൻ തയ്യാറാണ്. അതിൻ്റെ പേരിൽ ഞങ്ങളുടെ KMC നമ്പർ റദ്ദ് ചെയ്ത നടപടി അത് തെറ്റാണ്, നിയമപരമായിട്ട് RTO ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണെന്ന് ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടു. ഹൈക്കോടതി അതുകൊണ്ട് ഞങ്ങളുടെ പഴയ നമ്പർ തന്നെ ഞങ്ങൾക്ക് അലോട്ട് ചെയ്യണമെന്ന് വ്യക്തമായിട്ട് വിധി പ്രസ്താവിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് റദ്ദ് ചെയ്ത അതേ നമ്പറുകൾ അലോട്ട് ചെയ്യാൻ വേണ്ടി കണ്ണൂരിലെ RTO ഉദ്യോഗസ്ഥന്മാർ ബാധ്യസ്ഥരായി മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കാൻ പാടില്ല. ഇതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് 2017 ഓട്ടോറിക്ഷകളുടെ ടൗൺ പരിധി നിശ്ചയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ദീർഘകാലം 31 ദിവസം നീണ്ടുനിന്ന ഒരു സത്യാഗ്രഹ സമരം കണ്ണൂർ കലക്ട്രേറ്റ് മുന്നിൽ ഞങ്ങൾ നടത്തുകയുണ്ടായി. ഞങ്ങൾ മാത്രമല്ല, അതിൽ INDC ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ BMS ഉണ്ടായിരുന്നു, STU ഉണ്ടായിരുന്നു. ഈ യൂണിയനുകളൊക്കെ സംയുക്തമായിട്ട് 31 ദിവസം നീണ്ടുനിന്ന് കണ്ണൂർ നഗരപരിധി നിശ്ചയിക്കണം. ആ നഗരപരിധി നിശ്ചയിക്കാതെ വരുന്നത് കൊണ്ട് യാത്രക്കാരും ഓട്ടോറിക്ഷ ഡ്രൈവർമാരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നഗരപരിധി നിശ്ചയിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ ആ സമരത്തിൻ്റെ ഫലമായിട്ട് കണ്ണൂർ നഗരപരിധി നിശ്ചയിക്കാൻ വേണ്ടി കണ്ണൂർ നഗരസഭ തയ്യാറാകേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു ചെറിയ യൂണിയനാണ് ഞങ്ങൾ. ആ ചെറിയ യൂണിയൻ്റെ മുൻകൈയിലാണ് ഇതൊക്കെ നടക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. അതുപോലെ 2011 നടന്നൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ യൂണിയൻ്റെ അന്നത്തെ ജനറൽ സെക്രട്ടറി SATUവിൻ്റെ, ഇന്ന് AKSATUവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന N. ലക്ഷ്മണൻ, അദ്ദേഹം ഒരു യാത്രക്കാരനെയും കയറ്റിയിട്ട് ഒരു ജേസ്പോൾ കോർണർ എന്ന് പറയുന്ന സ്ഥലത്ത് ഇറക്കാൻ വേണ്ടി പോയി. ഇറക്കിയിട്ട് അദ്ദേഹം അവിടെ ചാർജ് വാങ്ങിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് കണ്ണൂർ പോലീസ് സ്റ്റേഷനിലെ അന്ന് SI ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന CPM നേതാവ്, കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ ഗൺമാനായിരുന്ന PR മനോജ് എന്ന് പറയുന്ന SI ഞങ്ങളുടെ യൂണിയൻ്റെ സെക്രട്ടറിയെ കസ്റ്റഡിയിലെടുക്കുന്നത്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 100 രൂപ ഫൈൻ അടക്കണം, കാരണം നോൺ പാർക്കിംഗ് ഏരിയയിലാണ് വണ്ടി പാർക്ക് ചെയ്തത്. സെക്രട്ടറി പറഞ്ഞു, ഞാൻ അങ്ങനെ പാർക്ക് ചെയ്തിട്ടില്ല, യാത്രക്കാരനെ ഇറക്കാൻ വേണ്ടിയിട്ട് അവിടെ നിർത്തിയതാണ്, അവിടെ നോൺ പാർക്കിംഗ് ഏരിയയും അല്ല, അതുകൊണ്ട് ഞാൻ ചാർജ് അടക്കാൻ തയ്യാറല്ല. അപ്പോൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിന്നെ അറസ്റ്റ് ചെയ്യുന്നു. അറസ്റ്റ് ചെയ്തിട്ട് കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അവിടെ വെച്ചിട്ട് അറസ്റ്റ് മെമ്മോ തീർന്നു. ആ അറസ്റ്റ് മെമ്മോയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 100 രൂപ ഫൈൻ അടക്കാൻ ആവശ്യപ്പെട്ടിട്ട് അതിന് തയ്യാറായില്ല, വിസമ്മതിച്ചു, അതുകൊണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാണ്. പക്ഷേ അങ്ങനെ അറസ്റ്റ് രേഖപ്പെടുത്തി അറസ്റ്റ് മെമ്മോ ഞങ്ങൾക്ക് കൈമാറിയ SI ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ 100 രൂപ പിഴയടച്ച് പോകുമെന്ന് ധരിച്ച ആ മനുഷ്യൻ ഞങ്ങൾ പിഴയടക്കാൻ വിസമ്മതിച്ചതിൻ്റെ പേരിൽ N. ലക്ഷ്മണൻ എന്ന് പറഞ്ഞ ഞങ്ങളുടെ ജനറൽ സെക്രട്ടറിയുടെ പേരിൽ 353 എന്ന് പറയുന്ന ഔദ്യോഗിക കൃത്യനിർവഹണം, ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന് പറഞ്ഞിട്ട് ജാമ്യം കിട്ടാത്ത വകുപ്പ് ചേർത്ത് അദ്ദേഹം കേസുണ്ടാക്കി. എന്നിട്ട് അന്ന് വൈകുന്നേരം 4 മണിക്ക് 5:30 അറസ്റ്റ് ചെയ്ത N. ലക്ഷ്മണനെ പിറ്റേന്ന് വൈകുന്നേരം 4:30 24 മണിക്കൂർ നേരം കസ്റ്റഡിയിൽ വെച്ചിട്ട് കോടതിയിൽ ഹാജരാക്കി. കോടതിയിൽ ഹാജരാക്കിയാൽ സാധാരണഗതിയിൽ ജാമ്യം കിട്ടാൻ പാടില്ലാത്ത വകുപ്പായിരുന്നു. പക്ഷേ കോടതിക്കകത്ത് ഞങ്ങൾ ഇതേ SI ഒപ്പിട്ട് തന്നിരിക്കുന്ന അറസ്റ്റ് മെമ്മോ അന്നത്തെ മജിസ്ട്രേറ്റിൻ്റെ മുമ്പാകെ ഹാജരാക്കി. അത് വായിച്ചു നോക്കിയ മജിസ്ട്രേറ്റ് അത്ഭുതം കൂറിക്കൊണ്ട് ഇതിൻ്റെ പേരിൽ ഒരു മനുഷ്യനെ ജയിലിലിടുന്നത് എന്തടിസ്ഥാനത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജാമ്യം അനുവദിച്ചു.
മനസ്സിലാക്കണം. ആ SIയുടെ പേരിൽ ഇന്നും കണ്ണൂർ കോടതിയിൽ കേസ് നടത്തുന്നുണ്ട്. ഞങ്ങൾ 2011 ആരംഭിച്ച ആ യുദ്ധം, ആ ഏറ്റുമുട്ടൽ, ആ പോരാട്ടം ഞങ്ങൾ ഇന്നും കണ്ണൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഈ SI PR മനോജിനെ കയറ്റി നിർത്തുന്നുണ്ട്. പ്രതിക്കൂട്ടിനകത്ത് ഒരു പ്രതിയായിട്ട് കയറ്റി നിർത്തി 3ാമത്തെ തവണ അയാളിപ്പോൾ ഹൈക്കോടതിയിൽ പോയിരിക്കുകയാണ് ഞങ്ങൾക്കെതിരായിട്ട് ഈ കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട്. പക്ഷേ റദ്ദാക്കാൻ പറ്റില്ല എന്ന് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട്. കാരണം നിയമപരമായി ഞങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അയാൾ പ്രതിയായി മാറിയിട്ട് കേസ് നടത്തുന്ന സാഹചര്യം ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ യൂണിയൻ്റെ തൻ്റെ ഇടത്തിൻ്റെ ഭാഗമായിട്ടാണ്, ഞങ്ങൾ തൊഴിലാളികളോടൊപ്പം നിന്നതിൻ്റെ, ഞങ്ങളോടൊപ്പം തൊഴിലാളികൾ നിന്നതിൻ്റെയും ഭാഗമായിട്ടാണെന്നാണ് ഈ കാര്യത്തിൽ പറഞ്ഞത്. മറ്റൊരു കാര്യം, 60 വയസ്സ് കഴിഞ്ഞ ഉടമയും തൊഴിലാളിയുമായുള്ളവരിൽ നിന്ന് ഉടമാവിഹിതം പിരിച്ചെടുക്കുന്ന, ഞങ്ങൾ ഇതിനു മുന്നേ പറഞ്ഞ കാര്യമാണ്, ഉടമാവിഹിതം പിരിച്ചെടുക്കുന്നു. 60 വയസ്സ് കഴിഞ്ഞു, ക്ഷേമനിധിയിൽ നിന്ന് അവർ റിട്ടയർ ചെയ്തു, അവർക്ക് ക്ഷേമനിധിയുമായി യാതൊരു ബന്ധവുമില്ല. അങ്ങനെയുള്ള ആളുകൾ അവർ ഉടമയും തൊഴിലാളിയും അവർ തന്നെയാണ്. അങ്ങനെയുള്ള ഒരു തൊഴിലാളി തൻ്റെ വണ്ടിയുടെ ടാക്സ് അടക്കണമെങ്കിൽ ഉടമാവിഹിതം അടക്കണം. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, ആ ഉടമാവിഹിതം ആർക്ക് നൽകും? ആർക്ക് കൊടുക്കാനാണ് ഇദ്ദേഹം തൊഴിലാളിയായിരിക്കുന്ന ഒരു മനുഷ്യൻ, ക്ഷേമനിധിയിൽ അംഗമല്ലാത്ത ഒരാൾ, അയാൾ ക്ഷേമനിധിയിലേക്ക് ഉടമാവിഹിതം അടക്കേണ്ടത് ആവശ്യമെന്താണ്? 2011 വരെ തൊഴിലാളികളിൽ നിന്ന്, ഇത്തരം തൊഴിലാളികളിൽ നിന്ന് ഉടമാവിഹിതം പിരിച്ച ക്ഷേമനിധി ബോർഡാണ് കേരളത്തിലുള്ളതെന്ന് മറക്കാൻ പാടില്ല. ഞങ്ങൾ ഹൈക്കോടതിയിൽ പോയിട്ട് ഞങ്ങൾ ചോദിച്ച ചോദ്യം ഇതാണ്: ഈ തൊഴിലാളി അടക്കുന്ന ഉടമാവിഹിതം ആർക്ക് കൊടുക്കാനാണ്? കാരണം അദ്ദേഹം ക്ഷേമനിധിയിൽ അംഗമല്ല. ഹൈക്കോടതി ഈ ചോദ്യം സർക്കാരിനോട് ചോദിച്ചപ്പോൾ സർക്കാർ അവസാനം പറഞ്ഞു ഉടമാവിഹിതം ചോദിക്കേണ്ട ക്ഷേമനിധി ബോർഡും ഒക്കെ പറഞ്ഞു ഉടമാവിഹിതം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് താല്പര്യമില്ല. അപ്പോൾ ഹൈക്കോടതി വിധി പ്രസ്താവിച്ചു, 60 വയസ്സ് കഴിഞ്ഞ ഓട്ടോറിക്ഷ തൊഴിലാളികൾ, ഉടമയും തൊഴിലാളിയും ഒരാളായിരിക്കുന്നുണ്ടെങ്കിൽ അയാളിൽ നിന്ന് ടാക്സ് അടക്കുമ്പോൾ ഉടമാവിഹിതം പിരിക്കാൻ പാടില്ല. അതിനെ വ്യാഖ്യാനിച്ചത് അത് ഈ യൂണിയൻ്റെ മാത്രം തൊഴിലാളികൾക്ക് അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് SATUവിൻ്റെ അംഗത്വമുള്ള ഞങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന തൊഴിലാളികൾക്ക് മാത്രമായിട്ട് ഈ അവകാശം പരിമിതപ്പെടുത്തി. അതിനെതിരെ ഞങ്ങൾ ട്രാൻസ്പോർട്ട് കമ്മീഷൻ, ഈ പറയുന്ന ക്ഷേമനിധി ബോർഡിന് ഞങ്ങൾ ആക്ഷേപം കൊടുത്തു. ഞങ്ങൾ പറഞ്ഞു ഇത് ദുർവ്യാഖ്യാനമാണ്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പറഞ്ഞത് അങ്ങനെയല്ല. 60 വയസ്സ് കഴിഞ്ഞ ഉടമയും തൊഴിലാളിയുമായിരിക്കുന്ന ഒരാളിൽ നിന്ന് അയാളുടെ വണ്ടിയുടെ ടാക്സ് സ്വീകരിക്കാൻ, ഉടമാവിഹിതം വാങ്ങിക്കാൻ പാടില്ല എന്നാണ് കൃത്യമായിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾ തുടർ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞപ്പോൾ 2013 UDF ഭരിക്കുന്ന കാലമാണ്, മറക്കാൻ പാടില്ല. ഞങ്ങൾ UDFൻ്റെ ആളാണെന്ന് പ്രചരിപ്പിക്കുന്ന ആളുകൾ ഓർത്തിരിക്കണം. 2013 ക്ഷേമനിധി ബോർഡ് തീരുമാനമെടുത്തു, 60 വയസ്സ് കഴിഞ്ഞ ഓട്ടോറിക്ഷ തൊഴിലാളിയും അതുപോലെ തന്നെ ഉടമയായിരിക്കുന്ന ആളുകളുടെ, ക്ഷേമനിധിയിൽ അംഗമല്ലാത്ത ആളുകളുടെ പക്കൽ നിന്ന് ഉടമാവിഹിതം വാങ്ങിക്കാൻ പാടില്ല എന്ന്. 2025 വരെ അത് തുടർന്ന് വന്നതാണ്. ഈ 2025 അത് മാറ്റിയിട്ട് എന്താ ചെയ്തിരിക്കുന്നത്? അവർ പറയുന്നത് ഉടമാവിഹിതം അടക്കണമെങ്കിൽ, നിങ്ങൾ ഉടമാവിഹിതം ഇല്ലാതെ നിങ്ങളുടെ ടാക്സ് അടക്കണമെങ്കിൽ നിങ്ങൾ അതാത് വർഷം ഞങ്ങൾക്ക് അപേക്ഷ തരണം. 2013 മുതൽ 2025 വരെയുള്ള 12 വർഷക്കാലം ഒരു അപേക്ഷയും ഇല്ലാതെ തന്നെ 60 വയസ്സ് കഴിഞ്ഞ ഓട്ടോറിക്ഷ തൊഴിലാളികളിൽ നിന്ന് ഉടമാവിഹിതം വാങ്ങിക്കാതെ അവരുടെ ടാക്സ് സ്വീകരിച്ച ഒരു ക്ഷേമനിധി സംവിധാനത്തിനകത്ത് തൊഴിലാളി ദ്രോഹപരമായിട്ട് ക്ഷേമനിധി ബോർഡ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഉടമാവിഹിതം അടക്കണമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ ടാക്സ് അടക്കാൻ അനുമതി തരില്ല. അങ്ങനെ ഉടമാവിഹിതം അടക്കാതെ നിങ്ങൾക്ക് ടാക്സ് പുതുക്കണമെങ്കിൽ നിങ്ങൾ വർഷാവർഷം അപേക്ഷ നൽകണം എന്ന് അത്തരത്തിലുള്ള ഒരു പ്രസ്താവന, അത്തരത്തിലുള്ള എന്തെങ്കിലും നോട്ടീസ് തൊഴിലാളികൾക്ക് ഇതിനു മുന്നേ ക്ഷേമനിധി ബോർഡ് നൽകിയിട്ടുണ്ടോ? ഞങ്ങൾ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് ഞങ്ങളോട് തർക്കുത്തരവുമായിട്ട് വരുന്നത്. പഴയ ക്ഷേമനിധിക്കകത്തും ഈ ക്ഷേമനിധിക്കകത്തുമുള്ള ആനുകൂല്യങ്ങളെക്കുറിച്ച് പലരും വളരെ വാചാലമായിട്ട് നമ്മോട് സംസാരിക്കുന്നത്. ഞങ്ങൾ ക്ഷേമനിധിയുടെ ആനുകൂല്യങ്ങളെക്കുറിച്ചൊന്നും തർക്കിക്കാനൊന്നും വന്നിട്ടില്ല. ക്ഷേമനിധിയുടെ ആനുകൂല്യങ്ങൾ കാലാനുസൃതമായി കൂട്ടുകയും അത് മാറ്റങ്ങൾ വരുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്ന് ഞങ്ങൾക്കും അറിയാം. പക്ഷേ തൊഴിലാളികൾ ഓരോ കാലത്തും നേരിടുന്ന അതാത് സവിശേഷ വിഷയങ്ങളെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. ആ സവിശേഷ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ അതിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ വേണ്ടി ശ്രമിച്ചാൽ അത് നടക്കില്ല. ആ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ കൃത്യമായിട്ട് നിലപാട് പറയണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഓക്കെ.